വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വെളിപ്പെടുത്തലിലേക്കാണ് ഇനി പോകുന്നത്. യു ഡി എഫിൽ തുടരാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ഫോർമുല അട്ടിമറിക്കപ്പെട്ടെന്ന് കോട്ടയത്തെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പറയുന്നു. യു ഡി എഫിൽ തുടരാനാണ് തങ്ങൾ ആഗ്രഹിച്ചതും തീരുമാനിച്ചതും. ഫോർമുല അംഗീകരിച്ചതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങളെ പുറത്താക്കിയത്. ഇതിന് പിന്നിൽ ആരാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാമെന്നും തോമസ് ചാഴിക്കാടൻ പറയുന്നു. അദ്ദേഹം കൂടി നേതൃത്വം കൊടുത്ത യു ഡി എഫ് ആണ് ഞങ്ങളെ പുറത്താക്കിയത്. ആ സമയത്ത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ പുറത്താക്കിയത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി സാറ് സെറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം വെച്ച ഒരു ഫോർമുല, ഞാൻ ആ ഫോർമുലയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. യു ഡി എഫ് കൂടി ഞങ്ങളെ പുറത്താക്കുന്ന ദിവസത്തിന് തലേ ദിവസം രാത്രിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ്. ടോബി, ചാഴിക്കാടൻ പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പോഴും ശരീരം കൊണ്ട് എൽ ഡി എഫിലും മനസ്സുകൊണ്ട് യു ഡി എഫിലുമാണോ അവരുടെ അവസ്ഥ? അതെന്തായാലും നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ തന്നെയാണ് SKN വെളിപ്പെടുത്തേണ്ടത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലായി തന്നെ വേണമെങ്കിൽ ഇത് നമുക്ക് പറയാം. 2-3 വർഷമായി യു ഡി എഫിൽ നിന്നും മാറി എൽ ഡി എഫിലേക്ക് അടുത്ത് നിൽക്കുന്നു കേരള കോൺഗ്രസ്. എന്തായാലും അന്ന് യു ഡി എഫ് വിട്ടതിന്റെ സാഹചര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, പ്രചരണ രംഗത്ത് ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിനെ അന്ന് പുറത്താക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഒരു ഫോർമുല തന്നെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയിരുന്നു. ആ ഫോർമുല കേരള കോൺഗ്രസ് ചർച്ച ചെയ്താണ്, ജോസ് കെ മാണി വിഭാഗം ചർച്ച ചെയ്താണ്, റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ചർച്ച ചെയ്തതാണ്. അതിൽ ചില നഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് അംഗീകരിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിച്ച് യു ഡി എഫിൽ തുടരാനായിരുന്നു തങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അവസാന നിമിഷം അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അത് ആരാണത് അട്ടിമറിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്താൻ, അത് പറയാൻ തയ്യാറായില്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക്, ഇപ്പോഴത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെ അക്കാര്യം കൃത്യമായി അറിയാമെന്നും പറഞ്ഞു വെക്കുന്നു. അതായത് ബോധപൂർവം യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ചാഴിക്കാടൻ ആവർത്തിച്ച് പറയുന്നത്. ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് അവരെ ഒരു ഫോർമുല വെച്ച് പാർട്ടിയിൽ നിർത്താൻ തയ്യാറായതാണ്. പക്ഷെ അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നുള്ളൊരു നിർണായക വെളിപ്പെടുത്തലാണ് SKN ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസ് നേതാക്കൾ എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും കേരള കോൺഗ്രസും യു ഡി എഫ് വിട്ടത് വലിയൊരു രാഷ്ട്രീയ മണ്ടത്തരമായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ എനിക്കറിയാം.